കുട്ടികളെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അനുവദിക്കണോ? കുട്ടികൾ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ എൻഗേജ്ഡ് ആയാൽ അത് അവരുടെ ഗുണത്തിനാണോ അതോ നാശത്തിനാണോ? നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ മനസ്സിൽ ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന, ടെൻഷൻ അടിക്കുന്ന, ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു പാരൻ്റ് ആണോ? ആണെങ്കിൽ ദിസ് വീഡിയോ ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ യു. മൈ നെയിം ഈസ് അമർ രാജൻ, ഫൗണ്ടർ ഡയറക്ടർ ഓഫ് മൈൻഡ് കാർട്ടർ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കുട്ടികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് ഇവരെ എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്നത് എളുപ്പമാക്കാൻ വേണ്ടി ഇവരെ 2 ഗ്രൂപ്പായി തിരിക്കാം. ആദ്യത്തെ ഗ്രൂപ്പിൽ നമുക്ക് 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയും, രണ്ടാമത്തെ ഗ്രൂപ്പിൽ നമുക്ക് 12 വയസ്സ് മുതൽ ഏകദേശം 17-18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയും ഒരുമിച്ച് ചേർത്ത് ഒരു ഗ്രൂപ്പാക്കാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 2 ഗ്രൂപ്പ്സാണുള്ളത്, ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. കുട്ടികളുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അവരുടെ നല്ലതിന് വേണ്ടിയാണോ അതോ അവരുടെ ദോഷത്തിന് വേണ്ടിയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ 2 പ്രായത്തിലുമുള്ള കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് സ്വാഭാവികമായി അവർ സ്വായത്തമാക്കേണ്ടതെന്ന് ആദ്യം തിരിച്ചറിയണം. ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പ്, അതായത് 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് എന്ത് തരത്തിലുള്ള സ്കില്ലാണ് അക്വയർ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? സ്വാഭാവികമായി നമ്മളെല്ലാവരും ആലോചിക്കുന്നത് അവർ നന്നായി സംസാരിക്കണം, അല്ലെങ്കിൽ അവർ അനുസരണയുള്ള കുട്ടികളായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല മാർക്കോടുകൂടി സ്കൂളിൽ നിന്നും പാസ്സാകാൻ സാധിക്കണം. ഇങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഓടി വരും. അടിസ്ഥാനപരമായി 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ ഒരു സെൻസ് ഓഫ് മാസ്റ്ററി അല്ലെങ്കിൽ സെൻസ് ഓഫ് കോമ്പീറ്റൻസ് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അക്വയർ ചെയ്യേണ്ടത്. അത് സാധാരണഗതിയിൽ സെൻസ് ഓഫ് കോമ്പീറ്റൻസ്, സെൻസ് ഓഫ് മാസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കും ഇതെല്ലാം വലിയ കാര്യങ്ങളല്ലേ, ഇതൊക്കെ കൊച്ചുകുട്ടികൾ. 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ പ്രായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് അല്ലെങ്കിൽ 8-ാം ക്ലാസ് വരെയുള്ള ഒരു പ്രായമാണ്. ഈ പ്രായത്തിനിടയ്ക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ, സെൻസ് ഓഫ് കോമ്പീറ്റൻസ്, അതുപോലെ സെൻസ് ഓഫ് മാസ്റ്ററി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് സംശയിക്കും. പക്ഷേ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സെൻസ് ഓഫ് കോമ്പീറ്റൻസും സെൻസ് ഓഫ് മാസ്റ്ററിയും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണം എന്നതാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾ നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും കുട്ടികൾ അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള രീതിയിൽ കോമ്പീറ്റൻസും സെൻസ് ഓഫ് മാസ്റ്ററിയും ഡെവലപ്പ് ചെയ്യണം. ഉദാഹരണത്തിന് സ്കൂളിൽ നിന്നും അവർക്ക് ഒരു ഹോംവർക്ക് കൊടുത്തു വിടുന്നു. ആ ഹോംവർക്ക് അവർക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയണം. അതിന് അവർക്ക് ഒരു അപ്രീസിയേഷൻ സ്കൂളിൽ നിന്ന്, ക്ലാസ് ടീച്ചറിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഹോംവർക്ക് കൊടുത്തു വിട്ട ടീച്ചറിൻ്റെ കയ്യിൽ നിന്നോ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കണം. ഇത് സ്വാഭാവികമായും അവരുടെ ഉള്ളിലൊരു ആത്മവിശ്വാസം വളർത്തുകയും അവരെ കൊണ്ട് ചില കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിയും എന്ന തോന്നൽ ഉള്ളിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഇതിനെയാണ് സെൻസ് ഓഫ് കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് തന്നെ അവർ ഒരു കാര്യക്ഷമത അവർക്ക് ഉള്ളതായി അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഇത് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാവണമെന്ന് നിർബന്ധമില്ല. ഇതൊരു പക്ഷേ കളിക്കാൻ പോകുന്ന സമയത്ത് നന്നായി കളിക്കാൻ കഴിയുന്നു എന്ന തോന്നലുണ്ടാകുക, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള മ്യൂസിക്, അതുപോലെ മറ്റ് കലാപരിപാടികൾ, അത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പോലും ഇത് നന്നായി ചെയ്യാൻ കഴിയും എന്ന തോന്നൽ മറ്റുള്ളവരുടെ ഫീഡ്ബാക്കിൽ നിന്നും അവർക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നതിലൂടെയും സ്വമേധയാ ഉണ്ടായി വരിക എന്നുള്ളതാണ് സെൻസ് ഓഫ് കോമ്പീറ്റൻസ് ആൻഡ് സെൻസ് ഓഫ് മാസ്റ്ററി എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ അത് പിന്നീട് ഇവർക്ക് വളരെ തീവ്രമായ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുകയും അത് ഒരുപക്ഷെ ഇവരുടെ കൗമാരപ്രായത്തിലോ അതല്ലെങ്കിൽ അവരുടെ ലേറ്റർ സ്റ്റേജസ് ഇൻ ലൈഫ് അവർക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള മറ്റ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം രണ്ടാമത്തെ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്. സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സ്വയം ഞാൻ ആരാണ് എന്ന ചോദ്യം, അതുപോലെ എന്നെക്കൊണ്ട് എന്താണ് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നത് എന്ന ചോദ്യം, അതുപോലെ എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്, എനിക്ക് ജീവിതത്തിൽ എന്താണ് നന്നായി ചെയ്യാൻ പറ്റുന്നത്,
എൻ്റെ ജീവിതത്തിൻ്റെ മീനിങ് എന്താണ്, ഇതുപോലെയുള്ള ഐഡൻറ്റിറ്റി റിവീൽഡ് ആകുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്ന പ്രായമാണ് 11 വയസ്സ് മുതൽ ഏകദേശം 17-18 വയസ്സ് വരെയുള്ള പ്രായം. അപ്പോൾ ഈ സമയത്ത് കൂടുതലും കുട്ടികൾ അവരെക്കുറിച്ച് അറിയുന്നത് അവരുടെ പ്രവൃത്തിയിൽ നിന്നും മറ്റുള്ളവർ അവർക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്കിലൂടെയൊക്കെയാണ് പ്രധാനമായും ഇവരുടെ ഒരു ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്നത്. ഇവിടെ ഈ ഐഡൻറ്റിറ്റി കറക്റ്റായിട്ട് ഫോം ചെയ്തില്ല എങ്കിൽ, അതായത് ആരാണ് സ്വയം ബോധ്യമായില്ല എങ്കിൽ, എന്താണ് എനിക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നത്, എന്താണ് എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ മൂല്യബോധം എന്താണ്, ഇത്തരം കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വന്നില്ല എങ്കിൽ പിന്നീടുള്ള സമയം, അതായത് ഒരു കൗമാരപ്രായം 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഉള്ളിൽ എപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ അനിഷ്ടങ്ങൾക്കനുസരിച്ച് ഇവർ പെരുമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ ഈ 2 പ്രായം എന്ന് പറയുന്നത് ഇവരുടെ ഒരു കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള 2 സ്റ്റേജസ് ആണ്. ഈ 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള പ്രായവും അതുപോലെ 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കാലയളവും. അപ്പോൾ ഈ 2 പ്രായത്തിനുള്ളിൽ നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം സെൻസ് ഓഫ് മാസ്റ്ററി, സെൻസ് ഓഫ് കോമ്പീറ്റൻസ്, അതുപോലെ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളെ അക്വയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അതോ ഇതിനെ നശിപ്പിക്കുന്ന രീതിയിലാണോ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഫൈനലി വരുന്നത് എന്നുള്ളതാണ് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും വളരെ നെഗറ്റീവായിട്ടാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. സാധാരണ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കുട്ടികളുടെ മാനസിക, ശാരീരിക, സാമൂഹികമായ വളർച്ചയ്ക്ക് ദോഷം ചെയ്യും എന്ന രീതിയിലാണ് മിക്കവാറും എല്ലാവരും തന്നെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു മറുവശവും കൂടിയുണ്ട്. ഉദാഹരണത്തിന് ഒരു 1-ാം ക്ലാസ്സിലെയോ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അയാൾ പഠിക്കുന്ന വിഷയത്തെപ്പറ്റി ഒരു വീഡിയോ തയ്യാറാക്കുന്നു. അയാൾക്ക് ഒരു വിഷയം പഠിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അയാൾ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റൊരാളെ പഠിപ്പിക്കുന്ന ആവശ്യത്തിനായി യൂട്യൂബ് അല്ലെങ്കിൽ മറ്റൊരു സോഷ്യൽ മീഡിയ ചാനൽ അയാൾ ഉപയോഗിക്കുന്നു. ഇവിടെ അങ്ങനെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു സെൻസ് ഓഫ് കോമ്പീറ്റൻസ്, അതുപോലെ സെൻസ് ഓഫ് മാസ്റ്ററി എന്ന് പറയുന്ന എലിമെൻറ്റ് കൂടുതൽ പരിപോഷിപ്പിക്കപ്പെടാനുള്ള സാധ്യതയായിരിക്കും വരുന്നത്. അതേസമയം ഇതേ പ്രായത്തിലുള്ള, അതായത് 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായമുള്ള ഒരു കുട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് ആ വിഷയത്തെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്, ഇവർ ചിന്തിക്കുന്ന കാര്യത്തെപ്പറ്റി എന്തൊക്കെയാണ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, ഇതൊക്കെ അറിയാനാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന എലിമെൻ്റ് പരിപോഷിപ്പിക്കപ്പെടുന്ന രീതിയിലായിരിക്കും സോഷ്യൽ മീഡിയ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള ഒരു കുട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ആ സെൻസ് ഓഫ് കോമ്പീറ്റൻസും മാസ്റ്ററിക്കും അല്ലാതെ അയാളുടെ ഒരു വീഡിയോ പുറത്തിറങ്ങുമ്പോൾ അതിന് എത്ര ലൈക്സ് കിട്ടും, അതിന് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും, ആ സബ്സ്ക്രൈബേഴ്സ് ഇടുന്ന കമൻറ്റിന് ഇയാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഒരു കുട്ടികളുടെ ദോഷത്തിനായിട്ടായിരിക്കും സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ളത്. അതേസമയം മറ്റ് പ്രായത്തിലുള്ള കുട്ടി, അതായത് 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള ഒരു കുട്ടി ഐഡൻറ്റിറ്റി ഫോർമേഷൻ നടക്കുന്ന പ്രായമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഐഡൻറ്റിറ്റി ഫോർമേഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടി സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഒരു നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു വിഷയത്തെപ്പറ്റി പറയുന്ന അഭിപ്രായത്തെ ബ്രൂട്ടലി ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ കുട്ടി സോഷ്യൽ മീഡിയ ബുളിയിങ്ങിന് വിധേയമാകുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ളതിൽ നിന്ന് മാറി അവരെ സ്വയം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ വായിക്കുകയും അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എന്ന് പറയുന്നത് കുട്ടികളുടെ ദോഷത്തിനായിരിക്കും.
ഇവിടെയാണ് പാരൻസിന് കൃത്യമായി ഒരു ഇൻ്റർഫിയറൻസ് നടത്താൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൊണ്ട് കുട്ടികൾക്ക് ഗുണവും ഉണ്ടാകാം, അതുപോലെ തന്നെ ദോഷവും ഉണ്ടാകാനുള്ള ഈക്വൽ ചാൻസസ് ഉണ്ട്. ആ ചാൻസസിനെ മറികടക്കണമെങ്കിൽ ആര് എവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാനും, അതുപോലെ തന്നെ കൃത്യമായി അവരെ ഒരുപക്ഷെ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുവെങ്കിൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെ ഒന്ന് വോൺ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ കൃത്യസമയത്ത് ഒരു ഗൈഡായിട്ടും ഒരു മെൻറ്റോറായിട്ടും പാരൻസിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുട്ടികളെ അവരുടെ വളർച്ചയുടെ ഭാഗമായി പോസിറ്റീവായിട്ടായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളെ അതിൽ നിന്നും വിലക്കുന്നതിന് പകരം പാരൻസ് ഒരു ഗൈഡായും മെൻറ്റോറായും മാറി കുട്ടികളോടൊപ്പം സോഷ്യൽ മീഡിയ ഉപയോഗം പോസിറ്റീവായി എങ്ങനെ മാറ്റാം എന്നുള്ളത് കൂടുതൽ ആലോചിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ എഫേർട്ടിനെ, അതായത് അവരുടെ പരിശ്രമങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക. അവരുടെ പരിശ്രമങ്ങളിലൂടെ കിട്ടുന്ന എൻഡ് റിസൾട്ടിൽ ഒരു കാരണവശാലും ഫോക്കസ് ചെയ്യാതിരിക്കുക. ഉദാഹരണത്തിന് ഒരു കുട്ടി അയാൾ പഠിക്കുന്ന വിഷയത്തെപ്പറ്റി ഒരു വീഡിയോ തയ്യാറാക്കുന്നു. അയാൾ ആ തയ്യാറാക്കുമ്പോൾ അയാൾ എടുക്കുന്ന ഒരു പെയിൻ, അയാൾ എടുക്കുന്ന ഒരു സമയം, അയാൾ അതിനുവേണ്ടി പഠിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു എഫേർട്ട്, ഇതിനെ കൂടുതൽ വാല്യൂ ചെയ്യുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഇതിലെന്താണ് ഒരു വലിയ കാര്യം ഉള്ളതെന്ന് തോന്നും. പക്ഷേ പലപ്പോഴും നമ്മളൊരു കുട്ടിയുടെ ഒരു പെർഫോമൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അയാളുടെ എൻഡ് റിസൾട്ടിനെയാണ് പലപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് മാത്സിൽ 100 മാർക്ക് കിട്ടി. നമ്മൾ ആ 100 മാർക്ക് കിട്ടി എന്നുള്ളതിനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മറിച്ച് ആ 100 മാർക്ക് കിട്ടാനായി കുട്ടി നടത്തിയ പരിശ്രമം, അതിനു വേണ്ടി വന്ന കുറേ പെയിൻ പോയിൻറ്റ്സ്, അതിനെ മറികടക്കാനായി അയാൾ നടത്തിയ ശ്രമങ്ങൾ, ഹാർഡ് വർക്ക്, ഇതിനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വേണ്ടി അയാൾ എടുക്കുന്ന എഫേർട്ടുകൾ, അയാൾ എടുക്കുന്ന സമയം, ഇതിനെ നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഇതിനെ വാല്യൂ ചെയ്യുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതേസമയം അതിന് കിട്ടുന്ന ലൈക്സ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ്, ഇതിൽ ഒരു കാരണവശാലും ഇൻഫ്ലുവൻസ് ആകാതെ അത് കുട്ടിയെ മാനസികമായി നെഗറ്റീവായി ബാധിക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പാരൻസിന് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ പ്രധാന കാര്യം. അപ്പോൾ ഇനി മുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കുട്ടിയുടെ നല്ലതിനാണോ നാശത്തിനാണോ എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കേണ്ടത് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് സ്വായത്തമാക്കേണ്ട സ്കില്ലുകൾ അവർക്ക് നേടിയെടുക്കാൻ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അവരെ സഹായിക്കുന്നുണ്ടോ, അതോ അതിന് വിപരീതമായിട്ടാണോ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൊണ്ട് സംഭവിക്കുന്നത് എന്ന് മാത്രം ചിന്തിക്കുക. അതനുസരിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.